ഹായ് ഓൾ, വെൽക്കം ടു ബുക്ക് ഹൗൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്സേ ടോപ്പിക്കാണ് 20th സെഞ്ചുറി. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പേപ്പറിലും ഇത് കാണും, എല്ലാ ക്വസ്റ്റ്യനിലും ഇത് കാണും. ഞാൻ പഠിച്ചിട്ട് പോയത് റൊമാൻറ്റിക് ഏജും 20th സെഞ്ചുറി ആയിരുന്നു. റൊമാൻറ്റിക് ഏജ് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു, എനിക്ക് എഴുതാൻ പറ്റിയില്ല. അപ്പം ഞാൻ 20th സെഞ്ചുറി എടുത്ത് എഴുതി. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു, 70 അടുപ്പിച്ചുണ്ടായിരുന്നു മാർക്ക്. അപ്പം നമുക്കത് പഠിക്കുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്, എല്ലാ ക്വസ്റ്റ്യനിലും കാണുകയും ചെയ്യും. റൊമാൻറ്റിക് ഏജ് നമ്മൾ നല്ലതാണ് പഠിക്കാൻ, പക്ഷേ പഠിച്ചിട്ട് പോയി ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മളതിനെ പെട്ടുപോകും. ഷേക്സ്പിയർ എല്ലാ ടൈമും ചോദിക്കുമെന്നും വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ ഈ 20th സെഞ്ചുറി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നോവലൊക്കെ മിക്കവാറും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ പ്രീ റഫേലൈറ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ പഠിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് 20th സെഞ്ചുറി പഠിക്കാം. ഇനി നമ്മൾ എസ്സേ എഴുതുമ്പോഴത്തേക്കും 100 മാർക്സിന് എഴുതുമല്ലേ, അപ്പം നമ്മൾ നല്ല പോലെ എഴുതണം, നല്ല പോലെ പേപ്പർ മേടിച്ച് തന്നെ എഴുതണം. എല്ലാ ഹെഡിങ്സും കൊടുക്കണം, പോയിൻറ്റ്സ് ആക്കി തന്നെ എഴുതണം. അപ്പം നമുക്ക് അത്രയും സ്പേസ് കൂടുതൽ കിട്ടുകയാണ്. ഇപ്പോൾ പോയിൻറ്റ്സ് ആക്കിയൊക്കെ എഴുതുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അത്യാവശ്യം നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. നമ്മളൊരു പീരീഡിനെ പറ്റി എഴുതുകയാണെങ്കിൽ ആദ്യം ആ പീരീഡിൻ്റെ ടൈം എവിടം തൊട്ട് എവിടം വരെയാണെന്ന് ഒരു ചെറിയൊരു ഇൻട്രോ കൊടുക്കണം. അതിനുശേഷം ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കൊടുക്കണം. അവിടെ ഇപ്പോൾ ചോസറിൻ്റെ ഏജ് ആണെന്ന് വെച്ചോ, അപ്പോൾ ആ ടൈമിൽ നമുക്ക് 100 years ഓഫ് വാർ ഉണ്ട്, അല്ലെങ്കിൽ പെസൻസ് റിവോൾട്ട് ഉണ്ട്, പിന്നെ പ്ലേഗ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. അത് പോയിൻ്റ് ആയിട്ട് കൊടുത്തിട്ട് അണ്ടർലൈൻ ചെയ്ത് അതിനെ പറ്റി ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പം ഒരു 2 പേജ് അങ്ങനെ അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് അടുത്ത പേജിൽ ദ ഫീച്ചേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഏജ് എന്ന് പറഞ്ഞിട്ട് അതും കുഞ്ഞു കുഞ്ഞു പോയിന്റ് ആയിട്ട് ഓരോ ഫീച്ചർ കണ്ടുപിടിച്ച് വൺ ലൈൻ അങ്ങ് എഴുതി വെക്കാം. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് പേജിൽ പ്രോമിനൻറ്റ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രോമിനൻറ്റ് റൈറ്റേഴ്സിൻ്റെ കുഞ്ഞൊരു ബ്രീഫ് കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് 5-6 പേജ് ആയിക്കോളും. പിന്നീട് നമ്മൾ അതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് അങ്ങ് എഴുതി കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഒത്തിരി പേജും വരും, കണ്ടൻറ്റും ഉണ്ട്, പേജും ഉണ്ട്, എവറിത്തിങ് ഈസ് ഓക്കെ. ഓക്കെ, അപ്പം നമുക്ക് 20th സെഞ്ചുറിയിലേക്ക് പോവാം. നമുക്ക് 20th സെഞ്ചുറിയെ ഏർലി 20th എന്നും അല്ലെങ്കിൽ മിഡ് 20th സെഞ്ചുറി എന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാനിന്ന് ഡിഗ്രിക്ക് പഠിച്ചൊരു ടെക്സ്റ്റ് ബുക്കാണ്, എ കൺസൈസ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബൈ രാധാകുമാരി. അതിനകത്ത് നോക്കിയാൽ ഞാൻ പറയാൻ പോകുന്നത് നോട്ട്സ് നമ്മുടെ ചാനലിൽ കൊടുത്തേക്കാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്കത് വായിച്ചാൽ മതിയല്ലോ. അപ്പോൾ എവിടെ തൊട്ടാണ് ഏർലി 20th സെഞ്ചുറി തുടങ്ങിയത്? നമ്മുടെ വിക്ടോറിയൻ ഇറ, ക്വീൻ വിക്ടോറിയ മരിച്ചു 1901. അപ്പോൾ അവിടെ തൊട്ടാണ് ഏർലി 20th സെഞ്ചുറി തുടങ്ങുന്നത്. ദ പീരിയഡ് ഫ്രം 1901 to 1939 വിറ്റ്നസ് ദ റെയിൻസ് ഓഫ് എഡ്വേർഡ് 7 കിങ്സ് ആണ്. എഡ്വേർഡ് 7 ഉണ്ട്, ജോർജ് 5 ഉണ്ട്. ഇത്രയും ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് എഡ്വേർഡിയൻ ഇറ എന്നും ജോർജിയൻ ഇറ എന്നും അറിയാൻ പറ്റും. ഇതിനെ പറയപ്പെടുന്നുണ്ട്. പിന്നെ ഒത്തിരി വാറുള്ള ടൈമായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും അങ്ങനെ ഫുൾ ഓഫ് വാറായിരുന്നു. ഈ വാറും ഈ പീരീഡിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പീരീഡിനെയും ആ പീരീഡിലെ ആർട്ടിനെയും ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നീട് ഈ ഒരു ടൈമിലായിരുന്നു നമ്മുടെ സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള ബ്രിട്ടൻ്റെ വാർ, ബൂവർ വാർ എന്നൊക്കെ പറയും. ഗാന്ധിജി ആ ടൈമിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷിനെ. അപ്പം ബൂവർ വാർ ഈ ഒരു ടൈമിലായിരുന്നു. പിന്നെ ഒത്തിരി റിഫോംസ് വരുന്നുണ്ട് കേട്ടോ. 1990 ആയപ്പോഴത്തേക്കും 1919 ഹൗസിംഗ് ആക്ട് ഒക്കെ വരുന്നുണ്ട്. പിന്നെ 1918 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഒക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ചുമ്മാ ഒന്ന് കേട്ടിരുന്നാൽ മതി, ഇതൊക്കെ എക്സാമിന് ഇതൊക്കെ ഒന്ന് കേട്ടിരുന്നാൽ മതി. എക്സാമിന് ഇതൊക്കെ മസ്റ്റായിട്ട് എഴുതണം എന്നൊന്നും ഇല്ല. ചുമ്മാ ഒന്ന് കേട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പം ഓർമ്മ വന്ന് എഴുതാൻ പറ്റിയാലോ, അതിനുവേണ്ടി പറയുകയാണ് കേട്ടോ. അതുപോലെ ഈ പീരീഡിലെ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങൾ പറയാം. എഡ്യൂക്കേഷൻ ആക്ട് ഉണ്ട്, അപ്പോൾ അതൊക്കെ കത്തി വെക്കാൻ പറ്റും, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ, ഇപ്പോൾ മോഡേൺ ഇറാൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ നമ്മുടെ മനസ്സിലേക്ക് വരും, പോയിന്റ് ആയിട്ട് എഴുതണം. ഇൻക്രീസിങ് അർബനൈസേഷൻ ഉണ്ട്, പിന്നെ വിമൻസ് ഫ്രാഞ്ചൈസ് ഉണ്ട്, പിന്നെ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പിന്നെ ഹോം റൂൾ ഫോർ അയർലൻഡ് ഉണ്ട്, ഫ്രീ ട്രേഡ് ഉണ്ട്, പിന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് ട്രേഡ് യൂണിയനിസം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നെ ടെക്നോളജിക്കലി ഹൈലി അഡ്വാൻസ്ഡ് ആവുന്നുണ്ട്, ഫെമിനിസം വരുന്നുണ്ട്, സോഷ്യലിസം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നൊരു സംഭവമാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ഡ്രീം. ആ ഒരു ടൈമിലാണ് വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എഴുതാം സെക്കൻഡ് വേൾഡ് വാറും ഫസ്റ്റ് വേൾഡ് വാറും. ഫസ്റ്റ് വേൾഡ് വാർ ആദ്യം എഴുതണം, അതിനെപ്പറ്റി ജസ്റ്റ് ഒരു സംഭവം കൊടുക്കണം. എന്നിട്ട് സെക്കൻഡ് വേൾഡ് വാർ എഴുതണം. അതിനുശേഷം വരുന്ന ഗ്രേറ്റ് ഡിപ്രഷനെ പറ്റി എഴുതണം. ആ സമയത്ത് അൺഎംപ്ലോയ്മെൻറ്റും അനാർക്കിയും പോവർട്ടിയും ഒക്കെ ഒരുപാട് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു എന്ന് എഴുതണം. എന്നിട്ട് വാറിനെ പറ്റി ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് മെഡിസിൻ ഓർമ്മ വരും. എന്തായാലും മെഡിസിൻ വേണമല്ലോ. അപ്പം മെഡിസിൻ ആ ഒരു ഫീൽഡ് ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെക്നോളജി പറഞ്ഞു, മെഷീൻസ് വന്നു. മെഷീൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു ആൾക്കാരുടെ അളവ് കുറയും. ആൾക്കാരുടെ അളവ് കുറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എന്ത് വരും? അൺഎംപ്ലോയ്മെൻറ്റ് വരുന്നുണ്ട്. അതും എഴുതാൻ പറ്റുമല്ലോ. ഇത്രയൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അതൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പോലെ എഴുതിയിട്ട് നെക്സ്റ്റ് പേജിൽ നമ്മൾ ഏർലി 20th സെഞ്ചുറി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് എഴുതണം.
എന്നിട്ട് ആദ്യം നമ്മൾ പോയട്രി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വിക്ടോറിയൻ ഇറായ്ക്ക് ശേഷം, അതായത് 20th സെഞ്ചുറി വന്ന റൈറ്റേഴ്സ് നമുക്കറിയാം ഓൾറെഡി അവിടെ വാറുണ്ട്, അപ്പോൾ അനാർക്കി ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാ പോയട്രിയിലും ആ ഒരു സംഭവം, ഒരു പ്രതീക്ഷ അച്ച, നിരാശയായിട്ടുള്ള ഒരു സംഭവം, ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ അവരുടെ പോയട്രിയിൽ കാണാൻ പറ്റും. ഇനി ആ ഒരു ടൈമിൽ വേൾഡ് വാർ ആയതുകൊണ്ട് തന്നെ വാർ പോയിറ്റ്സുകൾ ഒത്തിരി ഉണ്ടാവുന്നുണ്ട്. വാർ പോയിറ്റ്സ് കേട്ടോ. വാർ പോയിറ്റ്സിനെ നമുക്ക് ആരൊക്കെയാണെന്ന് അറിയാമോ? സിഗ്ഫ്രൈഡ് സസൂൺ ഉണ്ട്, റോബർട്ട് ഗ്രേവ്സ് ഉണ്ട്, വിൽഫ്രഡ് ഓവൻ ഉണ്ട്. പിന്നെ ഇത്ര മതി, ഇത്ര ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇവരെന്തായിരിക്കും ഇവരുടെ വർക്ക്സിൽ ഉണ്ടാവുക? വാറിൻ്റെ അട്രോസിറ്റീസിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും. ഇനി സിഗ്ഫ്രൈഡ് സസൂൺ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഫസ്റ്റ് സോൾജിയർ പോയറ്റ് ആണ് ടു റിവീൽ ദ ഘാസ്ലി ആൻഡ് ടെറിബിൾ റിയാലിറ്റീസ് ഓഫ് വാർ, റീകൗണ്ടിങ് ഹിസ് ഓൺ എക്സ്പീരിയൻസസ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം തന്നെ ഒരു സോൾജിയർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെപ്പറ്റി എഴുതി. പിന്നെ റോബർട്ട് ഗ്രേവ്, അപ്പം ശവക്കല്ലറ, അപ്പം ഗ്രേവ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വാറുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് കിട്ടും. വാസ് ടു ഹൊറിഫൈഡ് ബൈ ദ ഡിവാസ്റ്റേഷൻ ഓഫ് വാർ. ഇനി വിൽഫ്രഡ് ഓവൻ ആണ് ഗ്രേറ്റസ്റ്റ് ഓഫ് വാർ പോയിറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ നമുക്കൊരു ഫ്രാങ്ക് ആയിട്ടുള്ള റിയലിസം കാണാൻ പറ്റും. With a frank realism, Owen depicted the grim reality of war, the hopelessness, the futility, the horror and the pity of war. കേട്ടോ. ഇനി ഓക്കെ, നമ്മളത് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് മോഡേണിസം എന്താണെന്ന് പറയണം. അതായത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം മനുഷ്യൻ്റെ മോറൽ ബേസിസിലും അതുപോലെ വെസ്റ്റേൺ സിവിലൈസേഷനിലും ഗോഡിലും റിലീജിയനിലുമുള്ള എല്ലാ ഫെയ്ത്തും ഷാറ്ററായിപ്പോയി കേട്ടോ. അപ്പോഴത്തേക്കും കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റൈസ് ചെയ്ത് വന്നു. അങ്ങനെ പുതിയ ഒരു ട്രഡീഷന് വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷൻ അത് വന്നു. അതിനെയാണ് നമ്മൾ മോഡേണിസം എന്ന് പറയുന്നത്. ഈ ഒരു മോഡേണിസം എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത് വൈഡ്ലി ടു ഐഡൻറ്റിഫൈ ന്യൂ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചർ ഇൻ ദ സബ്ജക്റ്റ്, ഫോം, കോൺസെപ്റ്റ് ആൻഡ് സ്റ്റൈൽ ഓഫ് ലിറ്ററേച്ചർ and to the other arts in early decades of 20th century. It involves a radical break with some of the traditional bases of Western art and also of Western culture. Modernism was influenced by artistic movements like Expressionism, Impressionism, Imagism, Cubism, Surrealism, ഫ്യൂച്ചറിസം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ വന്ന മൂവ്മെൻറ്റ്സ് ഇതൊക്കെയാണെന്ന് ജസ്റ്റ് ചുമ്മാ ഓർത്ത് വെച്ചാൽ മതി. എക്സ്പ്രഷനിസം, ഇംപ്രഷനിസം, അതൊക്കെ. ഇനി സൈക്കോളജി, ഫിലോസഫി, പൊളിറ്റിക്കൽ തിയറി, സൈക്കോ അനാലിസിസ്, ആന്ത്രപ്പോളജി, ഇതിനകത്തൊക്കെ പുതിയ പുതിയ ഇന്നോവേഷൻസ് വന്നു. നമുക്ക് ഈ ഒരു ടൈമിൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ഡ്രീമിനെ പറ്റി എഴുതി വെക്കാൻ പറ്റും. ഇനി ഫ്രൂയിഡ്, മാർക്സ്, കോൾമാക്സ്, ഡാർവിൻ, നീഷെ, എവരുടെയൊക്കെ വർക്ക്സ് അല്ലെങ്കിൽ എവരുടെയൊക്കെ ഐഡിയാസ് ഒരുപാട് റൈറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും തുടങ്ങി. ഇനി ഈ ഒരു മോഡേണിസ്റ്റ് പോയിട്രി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് WBHൻ്റെ സിംബോളിസം കേട്ടോ. എന്താണ് സിംബോളിസം? ഇനി നമ്മുടെ എസ്ട്രാ പൗണ്ടിൻ്റെ ഇമേജിസ്റ്റ് മൂവ്മെൻറ്റും ഈ ഒരു ടൈമിൽ നോട്ടബിളാണ്. നമ്മൾ മോഡേണിസ്റ്റ് പോയട്രിയുടെ കുറച്ച് ഫീച്ചേഴ്സാണ്. ഇതിങ്ങനെ തന്നെ ഓർത്ത് വെക്കണം, പോയിൻ്റായിട്ട് എഴുതി വെക്കുകയും വേണം കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ദ ബ്രേക്ക് വിത്ത് ട്രഡീഷൻ ആണ്. അത്രയും നാൾ കൊണ്ടുവന്ന ട്രഡീഷനിൽ നിന്നൊരു ബ്രേക്ക് ഉണ്ടായി. നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ദ ന്യൂനെസ് ഇൻ സബ്ജക്റ്റ് മാറ്ററാണ്. പുതിയ സബ്ജക്റ്റ് വന്നു. വാറാണ് മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ ലൈഫിൻ്റെ റിയാലിറ്റീസിനെ പറ്റിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. തേർഡ് വൺ എന്ന് വെച്ചാൽ ഫോർമൽ എക്സ്പെരിമെൻറ്റേഷൻ ആയിരുന്നു. അപ്പോൾ നോവലിനാണെങ്കിലും പൊയട്രിയിലാണെങ്കിലും നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റേഷൻ കാണാൻ പറ്റും. അപ്പം എക്സ്പെരിമെൻറ്റേഷൻ ലെഡ് ടു ചേഞ്ചസ് ഇൻ പോയറ്റിക് സ്റ്റൈൽ, കോൺക്രീറ്റ്നെസ്, ഇക്കോണമി ആൻഡ് എക്സാക്റ്റ് എക്സ്പ്രഷൻ. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ഡിസ്കണ്ടിന്യൂസ് കോമ്പോസിഷൻ ആണ്. അത് നമുക്ക് T.S. എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡിലൊക്കെ കാണാൻ പറ്റും. ദ ആബ്സെൻസ് ഓഫ് ലിങ്കിങ് ഫ്രൈസസ്, ലൈൻസ് ഓർ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഫ്രീ വോയ്സ്. പിന്നെ റിന്യൂവൽ ഓഫ് ട്രഡീഷൻ. ഓൾദോ മോഡേണിസ്റ്റ് റിബൽഡ് എഗൻസ്റ്റ് ട്രഡീഷണൽ കോൺസെപ്റ്റ്, ദേ വെർ നോട്ട് അവേഴ്സ് ടു ട്രഡീഷൻ. അപ്പം ഇത്രയും നാൾ ഉണ്ടായിരുന്ന ട്രഡീഷണലിനോട് അവർക്കൊരു ഇഷ്ടമില്ലായ്മ ഉണ്ടെങ്കിലും അതിനെതിരെ കംപ്ലീറ്റ്ലി അതിനെ ഒപ്പോസ് ചെയ്തിരുന്നു എന്നൊന്നും പറയാനൊക്കത്തില്ല. അപ്പം മോഡേണിസ്റ്റ് പോയട്രിയുടെ ഇത്രയും ഫീച്ചേഴ്സ് ഞാൻ ഒന്നുകൂടെ പറയണോ? ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നോക്കട്ടെ. ദ ബ്രേക്ക് വിത്ത് ട്രഡീഷൻ. സെക്കൻഡ് വൺ ദ ന്യൂനെസ് ഇൻ സബ്ജക്റ്റ് മാറ്റർ. തേർഡ് വൺ ഫോർമൽ എക്സ്പെരിമെൻറ്റേഷൻ. ഫിഫ്ത്ത് വൺ ഡിസ്കണ്ടിന്യൂസ് കോമ്പോസിഷൻ. അത് കഴിഞ്ഞിട്ട് ഫ്രീ വോയ്സ്. സെവൻത് വൺ ദ റിന്യൂവൽ ഓഫ് ട്രഡീഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിനി പറയേണ്ടത് ആ ഒരു ടൈമിൽ കുറച്ച് ആന്ത്രപ്പോളജിക്കൽ വർക്ക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചുമ്മാ ഒന്ന് കേട്ടാൽ മതി, നിങ്ങളത് പഠിക്കണമെന്നൊന്നുമില്ല. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ജോസഫ് ക്യാമ്പബെല്ലിൻ്റെ ദ ഹീറോ വിത്ത് 1000 ഫേസസ്. എന്താണ് ദ ഹീറോ വിത്ത് 1000 ഫേസസ്?
മോഡേണിസ്റ്റ് പോയിറ്റ്സ് ഗേവ് എ ന്യൂ സിഗ്നിഫിക്കൻസ് ടു മിത്ത് ആൻഡ് അല്യൂഷൻ. കേട്ടോ, മിത്തിനും അല്യൂഷനും ഇമ്പോർട്ടൻസ് കൊടുത്തു. അത് ടി.എസ്. എലിയറ്റിൻ്റെ ബേസിലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി മോഡേണിസം തുടങ്ങിയത് 1922 ടി.എസ്. എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡിൻ്റെയും അതുപോലെ ജോയ്സിൻ്റെ യുലീസസിൻ്റെയും പബ്ലിക്കേഷനിലൂടെയാണ്. ഇനി ടി.എസ്. എലിയറ്റിൻ്റെ ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ചാലഞ്ച് ഒരു എസ്സെയാണ്. അതിനകത്തും ഈ ഒരു മാനിഫെസ്റ്റോ ഓഫ് ന്യൂ പോയറ്റിക് തിയറി നമുക്ക് കാണാൻ പറ്റും. ഇതിൽ അദ്ദേഹം പറയുന്നു, പോയട്രി ഈസ് നോട്ട് എ ടോണിംഗ് use of emotion but an escape from emotion. It's not the expression of personality but an escape from personality. നമുക്കിനി ഓരോ പോയിറ്റ്സിനെ പറ്റി പഠിക്കാം. അപ്പം ഈ പോയിറ്റ്സിൻ്റെയൊക്കെ നമ്മൾ പോം പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച പോമൊന്ന് ജസ്റ്റ് പോയി 2x അങ്ങോട്ട് കേട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓവറോൾ സമ്മറി കിട്ടും. ആ സമ്മറി എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് അത്രയും സ്പേസ് കൂടെ കിട്ടും എഴുതാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ WBHനെ പറ്റി പറയാൻ പോവുകയാണ്. WBH എന്ന് വെച്ചാൽ ഹി വാസ് ഗ്രേറ്റ്ലി ഫാസിനേറ്റഡ് ബൈ കെൽറ്റിക് മിതോളജി ആൻഡ് സെവറൽ മിസ്റ്റിക് ട്രഡിഷൻ. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ വർക്ക് നോക്കാം. വാണ്ടറിങ് ഓഫ് ഓയിസിൻ ഉണ്ട്, പിന്നെ പോംസ് ഉണ്ട്, ദ വിൻഡ് എമംഗ് ദ റീഡ്സ് ഉണ്ട്, ദ ഷാഡോയി വാട്ടർ. ഇദ്ദേഹത്തിൻ്റെ ഏത് വർക്കാണ് നമ്മൾ പഠിച്ചത്? ഇദ്ദേഹത്തിൻ്റെ വർക്ക് സെക്കൻഡ് കമ്മിങ്ങാണ് പഠിച്ചത്. അപ്പോൾ സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റി അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ വേൾഡ് വാറിന് ശേഷം സൊസൈറ്റി ഫുൾ ഓഫ് ഡിസ്ട്രക്ഷനിലാണ്. അപ്പം ഇനി ഒരു ആൾ വരും, ആൾ വന്നിട്ട് പരിപൂർണ നാശം, അത് അപ്പോക്കാലിപ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രയർ ബിഫോർ മൈ ഡോട്ടർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പണ്ട്. ഇനി WBH, ലേഡി ഗ്രിഗറി ആൻഡ് എഡ്വിൻ മാർട്ടിൻ ഫൗണ്ടഡ് ദ ഐറിഷ് ലിറ്റററി തിയേറ്റർ in 1889. It became the Irish National Theatre in 1903 with WBH as director and moved into New Abbey Theatre in 1904. ഓക്കെ, അപ്പം നമ്മുടെ ആബേ തിയേറ്ററിൻ്റെ ഒരു ഫൗണ്ടറാണ് ആര്? WBH എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്കാണ് ഈസ്റ്റർ, 1916 ഈസ്റ്റർ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമ്മൾ പറഞ്ഞു മിതോളജി കാണാൻ പറ്റും, സിമ്പിൾസ് കാണാൻ പറ്റും, അല്യൂഷൻ ഉണ്ട്, പിന്നെ ലൈഫിൻ്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള നേച്ചറൊക്കെ കാണാൻ പറ്റും. ഇതാണ് WBH. ഇതിൻ്റെ കൂടെ നമ്മൾ സെക്കൻഡ് കമ്മിങ്ങും കൂടെ എഴുതി വെക്കുമ്പോഴത്തേക്കും WBH ഫിനിഷാണ്. നെക്സ്റ്റ് നമ്മുടെ ടി.എസ്. എലിയറ്റ് ആണ്. ടി.എസ്. എലിയറ്റിൻ്റെ വർക്ക്സിൻ്റെ പ്രധാന ഫീച്ചർ എന്താണ്? റെവല്യൂഷൻ ആണല്ലേ. റെവല്യൂഷൻ ഇൻ പോയറ്റിക് ടെക്നിക് ബൈ ഹിസ് റാഡിക്കൽ ഇന്നോവേഷൻസ് ആണ്. അതിൻ്റെ ഒരു ഫൈനസ്റ്റ് എക്സാമ്പിളാണ് ദ വേസ്റ്റ് ലാൻഡ്. ഇൻ ദ വേസ്റ്റ് ലാൻഡ് ടി.എസ്. എലിയറ്റ് traces the malaise of modern civilization to the spiritual vacuum and the rootlessness of modern existence. Okay, ഇനി ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, കമ്പോസിഷൻ എന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആണെന്നൊക്കെ പറഞ്ഞു. ഇനി ടി.എസ്. എലിയറ്റ് ടി.എസ്. എലിയറ്റ് discarded the conventional poetic tradition and garnered myth and symbols to express the hope of individual and collective rebirth through self-denial and through self-abnegation. അതായത് മിത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഒരു റീബേർത്തിനെ കാണിച്ചിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അതൊക്കെ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ മറ്റു പോംസ് ആണ് ആഷ് വെനസ്ഡേ, ദ മർഡർ ഇൻ ദ കത്തീഡ്രൽ, അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേ ആണ് കേട്ടോ. പിന്നെ ദ ഫാമിലി യൂണിയൻ, ദ കോക്ടെയിൽ പാർട്ടി, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്ലേ ആണ്. അപ്പം ഏതെങ്കിലും ഒരു വർക്ക് ടി.എസ്. എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി, നമുക്കത് എഴുതി വെക്കാൻ പറ്റും. ടി.എസ്. എലിയറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് ക്രിട്ടിക്സ് ഓഫ് 20th century. ഇദ്ദേഹത്തിൻ്റെ ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ചാലഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഡിഗ്രിക്കായിരിക്കും, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കേട്ട് വെച്ചിരുന്നാൽ നമുക്കതും എഴുതി വയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് ആണ് പോയറ്റ്സ് ഓഫ് 30s. അവരെ നമുക്ക് പിങ്ക് പോയറ്റ്സ് എന്നും പറയും, കാരണം അവർക്കൊരു ലെഫ്റ്റ് വിങ് ചായ്വുണ്ട് കേട്ടോ. അപ്പോൾ ആരൊക്കെയാണെന്ന് അറിയോ? WH ഓദൻ. WH ഓദൻ്റെ ഇൻ ദ ഡെത്ത് ഓഫ് WBH നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കേട്ട് നോക്കിയാൽ നമുക്ക് 2x കേട്ടാൽ മതി. എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോൾ ചുമ്മാ കേട്ടുകൊണ്ട് പോയാൽ മതി, ഒരു ഐഡിയ മാത്രം മതി. നമുക്ക് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്, മീൻസ് അതായത് ആ ഒരു പോമിനെ പറ്റി എഴുതാൻ വേണ്ടിയിട്ടല്ലല്ലോ, അതിൻ്റെ സമ്മറി അല്ലേ. അപ്പം ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ മതി, ഔട്ട്ലൈൻ മതി. WH ഓദനുണ്ട് പിങ്ക് പോയറ്റ്സിൽ, പിന്നെ DS ലെവിസ് ഉണ്ട്, പിന്നെ സ്റ്റീഫൻ സ്പെൻഡർ ഉണ്ട്. സ്റ്റീഫൻ സ്പെൻഡറിൻ്റെ ഒരു വോക്കുണ്ട്, അത് ട്രൂലി മാൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വോക്കിൽ ആരാണ് റിയൽ ഹീറോ? അപ്പോൾ അദ്ദേഹം ആൻസർ തരുന്നു, സെൽഫ്ലെസ് ആയിട്ട് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് റിയൽ ഹീറോ എന്ന് പറയുന്നത്. സോൾജേഴ്സ് ആണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി നമ്മുടെ ഈ ഒരു പിങ്ക് പോയറ്റ്സിനെ കോൾമാക്സും സിഗ്മണ്ട് ഫ്രോയിഡും ഒക്കെ ഇൻസ്പയർഡ് ചെയ്തിട്ടുണ്ട്. അത്രയും മതി. ഇനി പിങ്ക് പോയറ്റ്സ് വെയർ ഇൻട്രസ്റ്റഡ് ഇൻ മോഡേൺ ലൈഫ് ആൻഡ് ഹാർനസ്ഡ് ഓൾ ഫേസസ് ഓഫ് മോഡേൺ ലൈഫ് ആൻഡ് നോളജ് ഇൻ ടു ദെയർ വർക്ക്സ്. ദേ യൂസ് സ്ലാങ്, ജാസി മീറ്റേഴ്സ് ആൻഡ് ഇമേജറി ഡിറൈവ്ഡ് ഫ്രം മെഷീനറി. ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് WH ഓദൻ, അദ്ദേഹത്തിന് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. WH ഓദൻ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ജെറാൾഡ് മാൻലി ഹോപ്കിൻസ് ആൻഡ് ടി.എസ്. എലിയറ്റ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിനൊരു ലെഫ്റ്റ് വിങ് പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ.
അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമുക്ക് മാർക്സിസ്റ്റ് ഐഡിയോളജിയൊക്കെ കാണാൻ പറ്റും. അതുപോലെ കോൺവെർസേഷണൽ സ്റ്റൈലായിരിക്കും കൂടുതലായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്സ് ആണ് ലുക്ക് സ്ട്രേഞ്ചർ, ദ ഒറേറ്റർ, ന്യൂ ഇയർ ലെക്ചർ, ദ ഏജ് ഓഫ് ആങ്സൈറ്റി എന്നൊക്കെ പറയുന്നത്. ഇനി ഓക്കെ, ഇത്രയൊക്കെ മതി. അപ്പോൾ ഇദ്ദേഹം ഒരു പോയട്രിയെ പറ്റി അല്ലെങ്കിൽ പോയറ്റിനെ പറ്റി പറഞ്ഞതാണ്. ദ പോയറ്റ് മസ്റ്റ് ബിക്കം മോർ ആൻഡ് മോർ കോംപ്രിഹെൻസീവ്, മോർ അല്യൂസീവ്, മോർ ഇൻഡിറക്റ്റ് ഇൻ ഓർഡർ ടു ഫോഴ്സ് ടു ഡിസ്ലൊക്കേറ്റ് ഇഫ് നെസസറി ലാംഗ്വേജ് ഇൻ ടു ഹിസ് മീനിങ്. ഇത്രയും മതി. ഇത്രയാണ് നമ്മുടെ മേജർ പോയറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ 20th സെഞ്ചുറി ഒരു പേപ്പർ പഠിച്ചതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറേ പോയിറ്റ്സിനെ പറ്റിയും അവരുടെ കുറേ വർക്ക്സും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എഴുതി വെക്കാൻ പറ്റും. പ്ലേലിസ്റ്റ് ഉണ്ട്, ആ പ്ലേലിസ്റ്റ് പോയി ഒന്ന് കയറി നോക്കിയാൽ മതിയേ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാലും മതി. ആ വീഡിയോ ഞാൻ കാണാൻ വേണ്ടി നിങ്ങൾ വോയിസ് ചെയ്യുന്നതൊന്നുമല്ല, ഗൂഗിളിൽ നോക്കിയാലും മതി. പ്ലേലിസ്റ്റ് പോയി നോക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞാണേ. ഇത്രയാണ് നമ്മുടെ പോയിറ്റ്സിനെ പറ്റി പറയാനുള്ളത്. ഇപ്പം നോവൽ ചോദിച്ചാലും പോയറ്റ്സ് ചോദിച്ചാലും ഡ്രാമ ചോദിച്ചാലും ഒക്കെ ഈ പോയറ്റ്സിനെ പറ്റി തന്നെ നമുക്ക് എഴുതി വെക്കാം. എല്ലാവരെ പറ്റി എഴുതാം. ഇപ്പം നോവൽ ചോദിക്കുകയാണെങ്കിൽ പോയറ്റ്സിനെ പറ്റി കുറച്ച് എഴുതിയാൽ മതി, അതേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും പറ്റി എഴുതണം. ഇപ്പം നോവൽ ചോദിക്കുകയാണെങ്കിൽ നോവൽ മാത്രം എഴുതരുത്, എല്ലാം എഴുതണം. പക്ഷേ ആ ഒരു കണ്ടൻറ്റ് ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറിയും തിരിഞ്ഞുമൊക്കെ വരും. കഴിഞ്ഞ വട്ടം സൈക്കോളജിക്കൽ നോവൽസാണ് ചോദിച്ചത്. അപ്പം പോയറ്റ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എഴുതണം, പക്ഷേ നോവൽസിനെ പറ്റിയിട്ട് വേണം കൂടുതൽ എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോവൽസ് ആകുമ്പോഴത്തേക്കും ആ നോവലിൻ്റെ സ്റ്റോറി മനസ്സിലാക്കി വെക്കുമ്പോൾ നമുക്ക് സമ്മറി എഴുതുമ്പോൾ തന്നെ ഒരു പേജ് അങ്ങനെ അങ്ങ് പോകും കേട്ടോ. അങ്ങനെ കണ്ടൻറ്റും ഉണ്ട്, പേപ്പറും ഉണ്ട്, കണ്ടൻറ്റും ഉണ്ട്. അതാണ് എൻ്റെ പോളിസി. ഇനി നമ്മൾ നേരെ മോഡേൺ നോവലിലേക്ക് പോവുകയാണ്. Okay, in the 18th and 19th centuries, the English novel was entrenched in social concerns and had made phenomenal progress. It reached an unimaginable level of excellence in the hands of 20th century novelists. ലേറ്റർ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ റൊമാൻറ്റിക് ഏജ് പഠിച്ചപ്പം ട്രാൻസിഷണൽ പോയിറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, തൊട്ട് മുന്നേ ഉള്ള കുറച്ച് പോയിറ്റ്സ്. അതുപോലെ തന്നെ 20th സെഞ്ചുറിക്കും ഇതുപോലെ ട്രാൻസിഷണൽ നോവലിസ്റ്റ് ഉണ്ട്. അതാരൊക്കെയാണെന്ന് പറഞ്ഞാൽ സാമുവൽ ബട്ട്ലർ ഉണ്ട്, ജോർജ് മെറിഡിത്ത് ഉണ്ട്, ഓസ്കാർ വൈൽഡ് ഉണ്ട്, തോമസ് ഹാർഡി ഉണ്ട്. ഈ 4 പേരാണ് ഉള്ളത്. നമുക്ക് ഓസ്കാർ വൈൽഡിനെയും തോമസ് ഹാർഡിയെ അറിയായിരിക്കുമല്ലോ. ഇനി 20th സെഞ്ചുറിയുടെ ഏർലി ഡെക്കേഡ്സിലുള്ള കുറച്ച് ആൾക്കാരാണ് ഹെൻറി ജെയിംസ് ആണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ മോഡേൺ നോവൽ ചോദിക്കുകയാണെങ്കിൽ അവിടെ പ്രധാന ക്വസ്റ്റ്യനർ ഉദ്ദേശിക്കുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്സിനെ പറ്റി എഴുതണം എന്നാണ്, സൈക്കോളജിക്കൽ നോവൽസിനെ പറ്റി എഴുതണം എന്നാണ്. നമ്മൾ ഉറപ്പായിട്ടും എഴുതണം. എന്താണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്നൊക്കെ എഴുതണം. അതായത് ഒരു ക്യാരക്ടറിൻ്റെ ഇൻറ്റീരിയർ മൊണലോഗിലൂടെ ആയിരിക്കും കഥ മുന്നോട്ട് പോകുന്നത്, അത്രയേ ഉള്ളൂ. ഇനി ഓക്കെ, അത് കഴിഞ്ഞിട്ട് പുതിയ ഇന്നോവേഷൻസ് നോവൽസിൽ വന്നു. നമ്മുടെ H.G. വെൽസിൻ്റെ വർക്ക് ഉണ്ടല്ലോ, ഇൻവിസിബിൾ മാനൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഹെൻറി ജെയിംസ് ആണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇനി നമ്മുടെ ഹെൻറി കോൺറാഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞൊരു വർക്ക്. ഇവരുടെയൊക്കെ വർക്ക്സിൻ്റെ ഫീച്ചർ എന്ന് വെച്ചാൽ ദേ വെയർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഹിഡൻ റിയാലിറ്റീസ് ഓഫ് ദ ഹാർട്ട്. They looked upon life as a sustained struggle and shared an experimental interest in the art of fiction. Their novels are earliest indicators of the modernist trend in fiction writing. The idea of presenting a story through the consciousness of a single character was the brainchild of Henry James. This idea was later perfected by James Joyce and Virginia Woolf. Since the greater part of their work was done during the reign of Edward VII, they are known as the Edwardians. Okay. ഇനി നമുക്ക് പറയേണ്ടത് ഡൊറോത്തി റിച്ചാർഡ്സൺ ഈ ഒരു ടൈമിലെ പ്രധാനപ്പെട്ട റൈറ്ററാണ്. ഓക്കെ, നമുക്ക് അത്രയും മതി. ഇനി സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ഡൊറോത്തി റിച്ചാർഡ്സൺ, ജെയിംസ് ജോയ്സ്, വെർജീനിയ വോൾഫ്, ഇത്ര ആൾക്കാരാണ്. ഇനി നമ്മൾ ജോസഫ് കോൺറാഡിനെ പറ്റി പറയാണ്. ഇദ്ദേഹം ഒരു പോളിഷ് റൈറ്ററാണ്, പോളിഷ് ഇമിഗ്രൻ്റ് ആണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഒരു ട്രാവലറായിരുന്നു, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഇദ്ദേഹം ഒരുപാട് എഴുതാറുണ്ട്. He was chiefly concerned with the response of man in the face of danger and a crisis, and also the situation that compel an individual to make moral choice. His own experience of sea, particularly the Malayan waters, found expression in his works. ഇനി ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറഞ്ഞാൽ ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ആണ്. അത് ഞാൻ ചെയ്ത കൊള്ളത്തില്ല, എനിക്ക് എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ നല്ലൊരു സമ്മറി കണ്ട് ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, എക്സാമിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇനി ജോസഫ് കോൺറാഡ് adopted the unique method of using a series of impressions that resemble reality to convey the facts in the plot and to present his characters. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഓറിയൻ്റലിസം കാണാൻ പറ്റും കേട്ടോ, അവരുടെയൊക്കെ വർക്ക്സിൽ ഓറിയൻ്റലിസം കാണാൻ പറ്റും, അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ആളാണ് നമ്മുടെ ജെയിംസ് ജോയ്സ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡിൻ്റെ പയനിയറാണ് ജെയിംസ് ജോയ്സ് എന്ന് പറയുന്നത്. He keenly analyzed man's inner consciousness and
അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു മേജർ വർക്കാണ് ദ ഡൂബ്ലിനേഴ്സ് കേട്ടോ. ഇനി ഇദ്ദേഹത്തിൻ്റെ വർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ പോർട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ ചെയ്താൽ കൊള്ളാം. അതിനകത്ത് ഒരു സ്റ്റീഫൻ ഡെഡാലസ് എന്ന് പറഞ്ഞിട്ട് വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫാണ് കാണിക്കുന്നത്, ഒരു ഇൻറ്റീരിയർ മൊണോലോഗിലൂടെ അദ്ദേഹത്തിൻ്റെ ലൈഫ് കാണിക്കുകയാണ്. അപ്പം നമുക്ക് അവിടെയും സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡ് യൂസ് ചെയ്തൊന്നും നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ആ ഒരു സമ്മറി എഴുതി വെച്ചിട്ട് നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ മേജർ വർക്കാണ് യുളീസസ്. അതിനകത്തും സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡ് ഉണ്ട്. Ulysses is remarkable for its unstructured and disjoint impressions and mental jottings. ഓക്കെ, അപ്പം നമുക്ക് ജെയിംസ് ജോയ്സിനെ പറ്റി അത്യാവശ്യം ഇത്രയൊക്കെ മതി. മറ്റേ നമ്മുടെ ഇതാ പോയി ദ പോർട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആസ് ആൻ യങ് മാൻ, ആസ് ആ യങ് മാൻ, അതിൻ്റെ സമ്മറിയും കൂടി എടുത്ത് വെക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ആവും, കുഴപ്പമില്ല. നെക്സ്റ്റ് ആരാണ് നമ്മുടെ പ്രധാന കഥാപാത്രം? വെർജീനിയ വൂൾഫ്. വെർജീനിയ വൂൾഫ് എന്ന് പറയുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ആളാണ്. അവരുടെ കുറച്ച് വർക്ക്സ് പറയാം. മിസ്സസ് ഡാലവേ ചെയ്തിട്ടുണ്ട്, ലെഗസി ചെയ്തിട്ടുണ്ട്, പിന്നെ റൂം ഓഫ് വൺ സോൺ അത് ചെയ്തിട്ടില്ല. ഇതിനകത്തൊക്കെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡാണ്. അതുപോലെ തന്നെ അവരൊരു എസ്സേയിസ്റ്റ് ആണ്. റഷ്യൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞൊരു എസ്സേ ഒക്കെ ഇവർ എഴുതുന്നുണ്ട് കേട്ടോ. പിന്നെ ടു ദ ലൈറ്റ് ഹൗസ് ഉണ്ട്, പിന്നെ ഇത്രയൊക്കെ മതി. ദ കോമൺ റീഡർ, അങ്ങനെ കുറച്ച് വർക്ക്സ് ഉണ്ട്. ഇനി വെർജീനിയ വൂൾഫ് ലീനിയർ നാരറ്റീവ് ടെക്നിക്ക് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ വർക്ക്സ് എന്ന് വെച്ചാൽ ആദ്യം പാസ്റ്റ്, പിന്നെ കുറച്ച് കഴിഞ്ഞ് പ്രസൻറ്റ്, പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫ്യൂച്ചർ, ആ ഒരു രീതിയായിരിക്കും. ഷീ ഫോക്കസ്ഡ് ഓൺ ദ വർക്കിംഗ്സ് ഓഫ് മൈൻഡ് ഓഫ് ഹർ ക്യാരക്ടേഴ്സ് ആൻഡ് ലുക്ക്ഡ് അപ്പോൺ ദ വോളറ്റൈൽ കോൺഷ്യസ്നസ് ആസ് ദ ട്രൂ റിയാലിറ്റി. അതുപോലെ നമ്മുടെ വെർജീനിയ വൂൾഫിൻ്റെ വർക്ക്സ് എന്ന് വെച്ചാൽ ഫെമിനിസ്റ്റ് കൺസേൺസ് ഉണ്ട്. അതാണ് നമ്മുടെ റൂം ഓഫ് വൺ സോൺ, പിന്നെ ഷേക്സ്പിയേഴ്സ് സിസ്റ്റർ, അതൊക്കെ ആ ഒരു ഫെമിനിസ്റ്റ് കൺസേൺസ് ഉള്ള വർക്ക്സ് ആണ്. നമുക്ക് അങ്ങനെയും ഫെമിനിസം വെച്ച് എഴുതി വെക്കാം. നിങ്ങൾ ചുമയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട്, മൊത്തം പനിയാണ്, ഫുൾ പനി. എനിക്കും പനിയായിരുന്നു, ഇപ്പം ജസ്റ്റ് ഒന്ന് മാറി വന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എക്സാം അല്ലേ, അതാ ചെയ്യുന്നത്. നെക്സ്റ്റ് ആളാണ് DS ലോറൻസ് എന്ന് പറയുന്നത് കേട്ടോ. DS Lawrence is a noteworthy figure in the literary canon of the 20th century. Lawrence is widely known for his novels, but he was also a poet, short story writer, essayist, critic and travel writer. ഇനി ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്ക് എന്ന് വെച്ചാൽ സൺസ് ആൻഡ് ലവേഴ്സ് ഉണ്ട്, ദ റെയിൻബോ ഉണ്ട്, വിമൻ ഇൻ ലവ് ഉണ്ട്, ലേഡി ഷാറ്റോലീസ് ലവർ ഉണ്ട്. ഈ ഒരു വർക്ക്സിലൊക്കെ നമുക്ക് കൂടുതലായിട്ടും സെക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആട്രിബ്യൂട്ട്സ് ഒക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വിമൻ ഇൻ ലവ് ഒക്കെ ഭയങ്കരമായിട്ട് അവിടെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ നോവൽസ് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ആയിരുന്നു. ഫ്രോയിഡ് ഇദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഫ്രോയിഡിയൻ ഓവർ ടൂൺസും അതുപോലെ തന്നെ സബ് കോൺഷ്യസിൻ്റെ ഒരു അനാലിസിസും ഒക്കെ DS ലോറൻസിൻ്റെ വർക്ക്സിൽ കാണാൻ പറ്റും. സൺസ് ആൻഡ് ലവേഴ്സോ വിമൻ ഇൻ ലവോ ഏതെങ്കിലും അതിൻ്റെ സമ്മറി ഒന്ന് കേട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം കേട്ടോ. ഒരു പേപ്പർ അത്ര തന്നെ പോവും, പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇത്രയാണ് നോവൽ കേട്ടോ. നോവൽ മനസ്സിലായോ? നോവൽ റൈറ്റേഴ്സ് ആരൊക്കെയാണുള്ളത്? ജെയിംസ് ജോയ്സ് ഉണ്ട്, പിന്നെ ജോസഫ് കോൺറാഡ് ഉണ്ട്, വെർജീനിയ വൂൾഫ് ഉണ്ട്, DS ലോറൻസ് ഉണ്ട്. 4 പേര് നമ്മൾ പറഞ്ഞു. 4 പേര് നമ്മൾ എഴുതണം, അവരുടെ വർക്ക്സും എഴുതണം, പിന്നെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡിനെ പറ്റി എഴുതണം, എന്നിട്ട് സൈക്കോളജിക്കൽ മെത്തേഡ് ചുമ്മാ ഒന്ന് കത്തി വെച്ചേക്ക്. എന്നിട്ട് ഇവരുടെ ഏതെങ്കിലും ഒരു വർക്ക് അല്ലെങ്കിൽ 2 വർക്ക് അതിനെപ്പറ്റി എഴുതുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലപോലെ ആവും. ഇനി നമ്മളിപ്പം ഞാനത് നേരത്തെ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഞാനൊരു ലോങ് ഒരു ഓഡിയോ എടുത്തത് എൻ്റെ നിന്ന് പോയി. അപ്പം ഇനി അതിനകത്ത് പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല, ഒന്നുകൂടെ പറയുകയാണേ. അതായത് ഇപ്പോൾ നമ്മൾ പോയട്രിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പോയട്രി നല്ല ഇലാബറേറ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ വിചാരിക്കും പോയട്രിയെ പറ്റിയിട്ടല്ലേ, നോവൽസും ഡ്രാമ ഒന്നും എഴുതണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്, എല്ലാവരെ പറ്റി എഴുതണം. പോയട്രി ചോദിക്കുമ്പം അത് കുറച്ച് കൂടുതൽ എഴുതണം എന്നേ ഉള്ളൂ, മറ്റവരെ കുറച്ച് കുറച്ചോളൂ. ഇപ്പം കഴിഞ്ഞ തവണ സൈക്കോളജിക്കൽ നോവൽസാണ് ചോദിച്ചത്, അപ്പം നമുക്ക് പോയട്രി എഴുതണം, ഡ്രാമയും എഴുതണം കേട്ടോ. അപ്പം നോവൽസിനെ പറ്റി കുറച്ച് കൂടുതൽ എഴുതണമെന്നേ ഉള്ളൂ. മറ്റവരെ ഒരിക്കലും നമ്മൾ വിഴുങ്ങരുത്, അവരെയും എഴുതണം, എന്നാലേ നമുക്ക് കൂടുതൽ അഡീഷണൽ പേപ്പറൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇത്രയാണ് നമ്മുടെ നോവലും പോയട്രിയും. മനസ്സിലായോ? ഫീച്ചേഴ്സും ഒക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡ്രാമയെ പറ്റി പറയണം. ഡ്രാമ വളരെ കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. ഡ്രാമ റൈറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ജോർജ് ബെർണാഡ് ഷോ, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു വർക്ക് നമ്മൾ പഠിച്ചു കാണുമല്ലോ. ഏത് വർക്കായിരിക്കും? ആംസ് ആൻഡ് ദ മാൻ ഉണ്ട്, പിന്നെ പിഗ്മാലിയൻ ഉണ്ട്, അതുപോലെ ഡോക്ടേഴ്സ് ഡിലേമ നമ്മൾ ഇപ്പം PG പഠിച്ചൊരു വർക്കാണ്. The 20th century evinced a keen interest in the theatre and plays other than those of England. This interest led to the proliferation of translation of foreign playwrights like Anton Chekhov. ഓക്കെ, അപ്പോൾ ആൻറ്റൺ ചെക്കവിൻ്റെ ട്രാൻസ്ലേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. T.S. Eliot's Murder in the Cathedral is a landmark in the revival of poetic drama in English literature. Christopher Isherwood is another exponent of poetic drama. Okay,
ഇനി നമുക്ക് മെയിൻ ആളായിട്ടുള്ള ആളാണ് GB ഷോ. GB ഷോയുടെ വർക്ക്സിൻ്റെ ഫീച്ചർ എന്ന് വെച്ചാൽ റിയലിസമാണ്. ഹെൻറിക് ഇബ്സന്റെ റിയലിസം ഇദ്ദേഹം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ആംസ് ആൻഡ് ദി മാൻ ഉണ്ട്, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ പിഗ്മാലിയൻ ഉണ്ട്, അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന്, പിന്നെ ഡോക്ടേഴ്സ് ഡിലേമ ഉണ്ട്, അതൊക്കെ ഒന്ന് കേട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോറി എഴുതി വെക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ടൈമിലെ ഡ്രാമയെ പറ്റി അധികം ചോദിക്കില്ല എന്ന് തോന്നുന്നു, കാരണം GB ഷോ മാത്രമല്ലേ ഉള്ളൂ. സോ നമുക്ക് എവിടെയെങ്കിലും അറ്റത്ത് ഇങ്ങനെ പേജ് തയ്ക്കാൻ വേണ്ടി എഴുതി വെക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഹി ഈസ് എ സോഷ്യൽ പ്രൊപ്പാഗൻഡിസ്റ്റ് who uses his place as a platform to examine social issues and to propagate his ideas. His plays are sometimes referred to as problem plays. Okay, ഇനി ഇദ്ദേഹത്തിൻ്റെ മേജർ ഏതൊക്കെയാണ്? ആംസ് ആൻഡ് ദ മാൻ, ഡെവിൾസ് ഡിസൈപ്പിൾ, സീസർ ആൻഡ് ക്ലിയോപാട്ര, മാൻ ആൻഡ് സൂപ്പർമാൻ, ദ ഡോക്ടേഴ്സ് ഡിലേമ, പിഗ്മാലിയൻ, ഇത്രയൊക്കെ, സെൻറ്റ് ജുവാൻ, ആപ്പിൾ കാർട്ട്. ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. GB ഷോയെ പറ്റി ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് 20th സെഞ്ചുറി. ഇനി നമുക്ക് മിഡ് 20th സെഞ്ചുറി ഉണ്ട്. അത് ഒരുപാടൊന്നുമില്ല. ആ ഒരു ടൈമിൽ ഒരു പുതിയ 2 മൂവ്മെൻറ്റ് വന്നു. പണ്ടേ ഉണ്ട്, പക്ഷേ ഒന്നും കൂടെ കുറച്ച് കൂടുതൽ പ്രോമിനൻ്റ് ആയി. ഏതൊക്കെയാണെന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫെമിനിസവും എൻവയോൺമെൻറ്റലിസവും ആണ്. ഫെമിനിസം എന്ന് വെച്ചാൽ ഇറ്റ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഇമാൻസിപ്പേഷൻ ഓഫ് വിമൻ. ഫസ്റ്റ് വേവ് ഉണ്ട്. ഫസ്റ്റ് വേവ്, അപ്പം ഈ ഒരു ഫെമിനിസം അതിന് 3 വേവ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വേവ് എന്ന് വെച്ചാൽ പൊളിറ്റിക്കലാണ്, സെക്കൻഡ് വേവ് കൾച്ചറലാണ്, തേർഡ് വേവ് അക്കാദമിക്കാണ്. ഫെമിനിസവും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും, നിങ്ങൾക്ക് ഇപ്പോഴേ ബോറടിക്കുമായിരിക്കും, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ മേരി വൾസൺക്രാഫ്റ്റ് വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു മേക്ക് എ തിയറിറ്റിക്കൽ എക്സ്പ്ലറേഷൻ ഓഫ് ജെൻഡർ ഇൻഇക്വാലിറ്റി. പിന്നെ വെർജീനിയ വോൾഫിൻ്റെ റൂം ഓഫ് അൺസോൺ ഉണ്ട്. പിന്നെ ഷേക്സ്പിയേഴ്സ് സിസ്റ്റർ ബൈ വെർജീനിയ വോൾഫ് ഉണ്ട്. നെക്സ്റ്റ് മറ്റൊരു മൂവ്മെൻ്റ് ആണ് എൻവയോൺമെൻറ്റലിസം. ബാക്ക് ടു നേച്ചർ, അതായിരുന്നു അവരുടെ മോട്ടോ എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ ശേഷം ഒരുപാട് പൊല്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നാച്ചുറൽ ഇക്കോ സിസ്റ്റം നിലനിർത്താൻ വേണ്ടിയിട്ടായിരുന്നു ജോൺ റസ്കിൻ, അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് കേട്ടോ. ഇത്രയാണ് നമ്മുടെ 20th സെഞ്ചുറി. മനസ്സിലായോ? സിമ്പിളാ. എസ്സേ നിങ്ങൾ ഓർത്ത് പേടിക്കുകയൊന്നും വേണ്ട, എസ്സേ ഭയങ്കര സംഭവമാണെന്നൊന്നും പേടിക്കണ്ട. ആ ഒരു നന്നായിട്ട് നമ്മൾ പഠിക്കുന്ന ടൈം പഠിച്ച് വെച്ചേക്കണം. ആ ടൈമിൻ്റെ ഫീച്ചർ പഠിക്കണം, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം, പോയിറ്റ്സ്, റൈറ്റേഴ്സ്, ഡ്രാമാറ്റിസ്റ്റ്, നോവലിസ്റ്റ്, ഫിക്ഷൻ. എന്നിട്ട് എല്ലാം പഠിക്കുമ്പം ആ ഒരു പോയറ്റിൻ്റെ ഒരു പോമെങ്കിലും പഠിച്ച് വെക്കണം. വലിയ ഡീപ്പായിട്ടൊന്നും പഠിക്കണ്ട, ചെറിയൊരു പ്ലോട്ട് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. അത് നമ്മൾ എഴുതി വെക്കണം. എന്നിട്ട് ഇപ്പോൾ ഡ്രാമ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഡ്രാമയെ പറ്റി മാത്രമേ എഴുതുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും വാശി പിടിക്കരുത്. പോയറ്റ്സിനെ പറ്റിയും നോവലിസ്റ്റുകളെ പറ്റിയും ഒരു ബ്രീഫ് ഇൻട്രോ എങ്കിലും നിങ്ങൾ കൊടുത്തിരിക്കണം. ഇനി ഷേക്സ്പിയറിൻ്റെയൊക്കെ ടൈമാണ് ചോദിക്കുന്നതെങ്കിൽ പോയറ്റ്സിൻ്റെയും നോവലിസ്റ്റിൻ്റെയും ആവശ്യമില്ല. നമുക്ക് ഷേക്സ്പിയർ എഴുതുമ്പോൾ തന്നെ ഒത്തിരി വന്നോളും. ബാക്കി പീരീഡൊന്നും അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മൾ അതും കൂടെ കൂടുതൽ എഴുതി വെക്കണം. പിന്നെ റൊമാൻറ്റിക് ഏജ് മാത്രം പഠിച്ച് വെച്ചിരിക്കരുത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വേറെ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സപ്പോസ് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും കേട്ടോ. പിന്നെ ചോസർ ഒന്ന് ചുമ്മാ ഒന്ന് വായിച്ചു വെക്കാം. പ്രീ റഫേലൈറ്റോ മെറ്റാഫിസിക്കൽ പോയിറ്റ്സൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ 20th സെഞ്ചുറി എല്ലാ ടൈമും കാണും കേട്ടോ, ഒന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.